ഇന്ന് ഈ സ്നാന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് നാം പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ചില ഗാനങ്ങൾ പാടി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഇപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം ആലപിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള സമയമാണ്. സ്തോത്രം. ജോയ്സ് ഒരു പാട്ട് പാടുന്നു. ഹല്ലേലൂയ. നമ്മുടെ കരമുരുത്തി കർത്താവിനെ സ്തുതിക്കാം. ഒരു വാക്യം നമുക്ക് വായിക്കാം. അപ്പസ്തോല പ്രവൃത്തി അതിൻ്റെ രണ്ടാം അധ്യായം എടുക്കാം. അതിൻ്റെ 37-38 വാക്യം നമുക്ക് വായിക്കാം. അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 37-38. ഇത് കേട്ടിട്ടവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പസ്തോലന്മാരോടും
സഹോദരന്മാരെ പുരുഷന്മാരെ ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട് നിങ്ങൾ ഓരോരുത്തൻ പേഴ്സണലി നിങ്ങൾ ഓരോരുത്തർ പാപത്തിന്റെ മോചനത്തിനായി മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. മതി. നാം എല്ലാം കേട്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. എന്നെ വളരെ ചിന്തിപ്പിച്ചതായിരിക്കുന്ന ഒരു ഭാഗവുമാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, പത്രോസ് നടത്തിയത് ഒരു സുവിശേഷ പ്രസംഗമായിരുന്നു. പത്രോസ് പ്രസംഗിച്ചത് യേശുക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ചായിരുന്നു. വൈ ജീസസ് ഡൈഡ് ഓൺ ദ ക്രോസ്, വാട്ട് ഇസ് ദ റൂട്ട് കോസ് ഫോർ ഹിസ് ഡെത്ത് ഓൺ ദ ക്രോസ്. ആ യാഗത്തിന്റെ അർത്ഥം എന്താണ്, അതെന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നാണ് പത്രോസിന്റെ പ്രസംഗത്തിന്റെ ആഴം. അത് പ്രസംഗം കേട്ടപ്പോൾ ഒത്തിരി പേര് പ്രസംഗം കേട്ടെങ്കിലും അതിൽ കുറെ പേർ എന്ത് ചെയ്യുന്നറിയാമോ? കുറെ പേർ പത്രോസിന്റെയും അപ്പസ്തോലന്മാരുടെയും അടുത്തേക്ക് വന്നു. അവർ ചോദിക്കുക, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവിടെയാണ് അവർ പറയുന്ന മറുപടി ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. അവിടെ അതാണ് ജോജൻ ബ്രദർ വായിച്ചത്. അതായത് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽക്കുവിൻ. ഒരു ചോദ്യമുണ്ട്, ഈ വെള്ളത്തിൽ മുങ്ങുന്നതാണോ പാപമോചനം? അല്ല, അതല്ല. പിന്നെ എന്താണ് പാപമോചനം? കൃത്യമായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ ഒരു സ്ക്രിപ്ചറൽ ഓർഡർ ഉണ്ട്. അതായത് ദൈവത്തിന്റെ വചനത്തിൽ ഒരു വചനത്തിന്റെ ഒരു ക്രമമുണ്ട്. എന്താ ക്രമം? വചനത്തിന്റെ ക്രമം എന്താ? ഒന്നാമത്തെ കാര്യം മാനസാന്തരമാണ്. ഒന്നാമത്തെ കാര്യം എന്താ? മാനസാന്തരം. റിപ്പന്റൻസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ കാര്യമോ? പാപിയായിരിക്കുന്ന ഒരു വ്യക്തി, മാനസാന്തരപ്പെടേണ്ട ഒരു വ്യക്തി, പിന്നെ ആ വ്യക്തിക്ക് ആവശ്യം ആരെയാ? പാപമോചകനെയാ. ആരാ പാപമോചകൻ? ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ. ആ നാമമാണ് യേശുക്രിസ്തുവിന്റെ നാമം. അതുകൊണ്ട് അവിടെ അങ്ങനെ വരുന്നത്, നിങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. അപ്പോ ഒന്നാമത്തെ ഓർഡറിലെ ഒന്നാമത്തെ കാര്യം എന്താ? മാനസാന്തരം. രണ്ടാമത്തെ ഓർഡറിലെ രണ്ടാമത്തെ കാര്യം എന്താ? വിശ്വാസം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. മൂന്നാമത്തെ കാര്യം എന്താ? അത് വിശ്വസിച്ച കാര്യം പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരിക, സിംബോളിക്കായിട്ട്. അതാണ് ബാപ്റ്റിസം എന്ന് പറയുന്നത്. അതാണ് ബാപ്റ്റിസം എന്ന് പറഞ്ഞാൽ, പണ്ടൊരിക്കൽ ഒരാൾ പറഞ്ഞു, നമുക്കറിയാം എല്ലാ കാര്യത്തിനും നമ്മൾ അപ്ലിക്കേഷൻ ഫോം കൊടുക്കുമ്പോൾ, വലിയ ഓഫീസുകളിലേക്ക് അപ്ലിക്കേഷൻ ഫോം കൊടുക്കുമ്പോൾ നമുക്കൊരു കാര്യം കാണാൻ പറ്റും. അതില് പേര്, അഡ്രസ്സ്, ആധാർ കാർഡിന്റെ നമ്പർ, ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ, മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് നമ്മുടെ ഒരു സിഗ്നേച്ചർ വേണോ? നമ്മുടെ ഒരു സിഗ്നേച്ചർ വേണം. നമ്മുടെ സിഗ്നേച്ചർ ഇടാണ്ട് ചിലർ അപ്ലിക്കേഷൻ ഫോം കൊണ്ടു കൊടുക്കും. താൻ ഒപ്പിട്ടിട്ടില്ലല്ലോ. അപ്പൊ വീണ്ടും പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒപ്പിട്ടിട്ട് കൊണ്ടുവരും. നമ്മൾ ഒപ്പിടാത്ത ആപ്ലിക്കേഷൻ ഫോമിന് വിലയില്ല പ്രിയപ്പെട്ടവരെ. സോ വി ഹാവ് ടു സൈൻ. ഇനി ചിലതില് അതിന്റെ അടിയിൽ ഒരു വരി ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ തന്നെ അറിയാണ്ട് പൂരിപ്പിച്ചു പോകും. പൂരിപ്പിക്കാൻ പാടില്ല. അത് പൂരിപ്പിക്കേണ്ടത് ഓഫീസുകാർ പൂരിപ്പിക്കേണ്ടതാ. അതോറിറ്റീസ് പൂരിപ്പിക്കേണ്ട ഒരു ഭാഗമുണ്ട്. നമ്മുടെ അപ്ലിക്കേഷൻ ചെന്ന് കഴിഞ്ഞാൽ അവര് വെരിഫൈ ചെയ്തു, ഓക്കെ, അടിയിൽ അവര് ഒപ്പിട്ടിട്ടാണ് പ്രൊസീഡ് ചെയ്യുക. നിങ്ങൾക്കറിയാം, എന്നേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതൊക്കെ അറിയാൻ പറ്റും. ഒരു അപ്ലിക്കേഷൻ ഫോം പ്രൊസീഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൽ ചില റെഫറൻസ് ഒക്കെ വെക്കും. നമ്മൾ വെക്കുന്ന റെഫറൻസ് ആൾക്കാർക്ക് ഫോൺ ചെയ്തിട്ട് അവർ എന്ത് ചെയ്യുക? ഒപ്പിടാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞ വാക്കെന്തെന്നറിയാമോ? നിങ്ങൾ നിങ്ങളുടെ പാപമോചനത്തിനായിട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ സ്നാനമേൽപ്പിൻ. എങ്കിൽ എന്ത് ലഭിക്കും? പരിശുദ്ധാത്മാവ് ലഭിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ സിഗ്നേച്ചർ നമ്മുടെ സ്നാനമാണെങ്കിൽ ദൈവത്തിന്റെ സിഗ്നേച്ചർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന ദാനമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് നിങ്ങൾ ഇന്ന് മനസ്സിലാക്കണം. അതായത് നാം
വിശ്വസ്തയോടെ ദൈവത്തെ അംഗീകരിച്ച് പാപമോചകനായിട്ട് ഏറ്റുപറഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് അവൻ കർത്താവാണ്, രക്ഷകനാണ്, നാഥനാണ്, ഞാൻ യേശുവിനെ പിൻപറ്റാമെന്ന സമർപ്പണം ഒരു സിഗ്നേച്ചറിലൂടെ നൽകുന്നതാ യഥാർത്ഥത്തിൽ സ്നാനം എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവ് പറയാണ്, അങ്ങനെയുള്ളവർക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം നൽകും. ദാറ്റ് ഈസ് ഹിസ് സിഗ്നേച്ചർ, ദാറ്റ് ഈസ് നോട്ട് അവർ സിഗ്നേച്ചർ, ദാറ്റ് ഈസ് ഹിസ് സിഗ്നേച്ചർ ബൈ ദ ഹോളി സ്പിരിറ്റ്. ആ പരിശുദ്ധാത്മാവിന്റെ ആ ദാനം കൂടി നമുക്ക് ലഭിക്കുമ്പോൾ ഏത് സിറ്റുവേഷനിലും നമുക്ക് കർത്താവിന് എന്ത് ചെയ്യാൻ കഴിയും? കർത്താവിന് വേണ്ടി നിൽക്കാനായിട്ട് കഴിയുമെന്ന ദൈവത്തിന്റെ വചനം. എന്തുകൊണ്ടാണ് സ്നാനം ക്രിസ്തീയ ജീവിതത്തിൽ പ്രാധാന്യമായി അറിയിക്കുന്നത്? എന്താ സ്നാനത്തിന്റെ അർത്ഥം? എന്താണ് സ്നാനത്തിന്റെ അർത്ഥം എന്നൊരു വലിയ ചോദ്യം ഉത്ഭവിക്കുന്നുണ്ട്. സ്നാനം എന്ന് പറയുന്നത്, ആ വാക്ക് വന്നിരിക്കുന്നത്, ബാപ്റ്റിസോ എന്ന വാക്ക് വന്നിരിക്കുന്നത് ഒരു ഗ്രീക്ക് വാക്ക്. ബാപ്റ്റിസോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം, ഇപ്പൊ ഞാൻ ഈ വെള്ള കളറിലുള്ള ഒരു ഷർട്ട് ഇടുന്നു. ഇപ്പോ ഇന്ന് സ്നാനപ്പെടാൻ പോകുന്ന മാത്യൂസ് ബ്രദർ ഒരു ഒലീവ് ഗ്രീൻ ആണോ, ഒരു ലൈറ്റ് ഒയാസിസ് ഗ്രീൻ ആണോ എന്ന് എനിക്ക് സംശയം. ഐദർ ഒലിവ് ഗ്രീൻ ഓർ ഒയാസിസ് ഗ്രീൻ, ഏതോ ഒരു ഗ്രീൻ ആയിട്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഈ ഗ്രീൻ ആയിട്ട് ഇവിടെ നിന്നൊന്നും ഈ ഫാബ്രിക് വരില്ല, വെള്ള ഫാബ്രിക്കോ ഒക്കെ ആയിരിക്കും ആദ്യം വരിക. അത് വന്ന ഈ ബനിയൻ എടുത്തിട്ട് എന്ത് ചെയ്യും? ഒരു വെസലില് ഈ ഒയാസിസ് ഗ്രീൻ അല്ലെങ്കിൽ ഒലിവ് ഗ്രീൻ ഉള്ള ഈ സാധനത്തിലേക്ക് എന്ത് ചെയ്യും? മുക്കും. അതെങ്ങനെ മുങ്ങണം? പൂർണ്ണമായിട്ട് മുങ്ങണം, അല്ലെങ്കിൽ ബനിയന്റെ അവിടെ ഇവിടെയൊക്കെ വേറെ ഡിസൈൻ വരും. ആ വാക്കിൽ നിന്നാണ് ബാപ്റ്റിസം എന്ന വാക്ക് വന്നിരിക്കുന്നത്. പൂർണ്ണമായി വെള്ളത്തിൽ മുങ്ങുന്നതാണ് ബാപ്റ്റിസം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ബാപ്റ്റിസം പ്രാധാന്യം അറിയിക്കുന്നത്? ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ബാപ്റ്റിസം പ്രാധാന്യം അറിയിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അത് കർത്താവിന്റെ ഒരു കൽപ്പനയാണ് എന്നുള്ളത് കൊണ്ടാണ്. കർത്താവിന്റെ എന്താണ്? 2 ലക്ഷ്യങ്ങൾ ദൈവത്തിന്റെ വചനം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന് മത്തായി സുവിശേഷം 22-ാം അധ്യായം 36 മുതൽ 39 വരെയുള്ള വാക്യത്തിൽ ഒന്ന് വായിക്കാമോ ആർക്കെങ്കിലും? മത്തായി സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 36 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ച് സഹായിക്കണം. മാത്യു ചാപ്റ്റർ 22 വേഴ്സ് ആ ആ ആ ആ ആ അതെ ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിൽ സകല ന്യായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞ സ്നേഹമാണ്. ദൈവത്തോടുള്ള സ്നേഹം, മനുഷ്യരോടുള്ള സ്നേഹം, ശത്രുക്കളോടുള്ള സ്നേഹം. സ്നേഹം. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനം 13-ാം അധ്യായത്തില് പറയും, ഇതിൽ ഏറ്റവും വലിയതോ സ്നേഹം, ലവ്. അതാണ് ഏറ്റവും വലുത്. ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് കർത്താവ് യേശു, അധികാരപൂർണനായ കർത്താവ് മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതും കൂടി നമുക്കൊന്ന് വായിക്കാം. മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യം. സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളു. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അറിയിച്ചു. നമുക്ക് വേണ്ടി പാടുപീടുകൾ സഹിച്ച് കണ്ടാൽ ആളല്ലെന്ന് തോന്നിക്കുമാറായി അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്ത് കാറ്റിനെയും കടലിനെയും ശാസിച്ച് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് രോഗികളെ സൗഖ്യമാക്കി പിശാചിനെ പുറത്താക്കി വലിയ ശുശ്രൂഷ ചെയ്ത കർത്താവായ യേശു അറുക്കാൻ കൊണ്ടുപോകുന്ന ഒരു കുഞ്ഞാടിനെ പോലെ കാൽവരി ക്രൂശിൽ അറുക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഈ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് നമുക്കൊരു കാര്യം വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയാൻ കഴിയും. അതായത് യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും ഞാൻ തന്നെ സത്യവും ഞാൻ തന്നെ ജീവനുമാകുന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, സകല നീതിയും നിവർത്തിക്കാൻ നമുക്ക് ഉചിതം തന്നെ. അതുകൊണ്ട് എന്നെ സ്നാനപ്പെടുത്തുവാൻ നീ അനുവദിക്കണം. ആരോട് പറഞ്ഞു?
He told John the Baptist. John the Baptist told, "Oh, no need of baptism for you. I want to take baptism from you." But യേശു പറഞ്ഞു, അല്ല, എന്നെ അതിന് അനുവദിക്കും. എന്തുകൊണ്ട്? നമുക്കൊരു മാതൃക കാണിച്ചു തന്നു. ഇത് കർത്താവിന്റെ കൽപ്പനയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഞാനൊരു കത്തോലിക്കനായിരുന്നു. എൻ്റെ ജ്യേഷ്ഠൻ ബാംഗ്ലൂരിൽ വെച്ച് സത്യം അറിഞ്ഞിട്ട് ഒരു കത്ത് ഇങ്ങോട്ട് അയച്ചു. ആ കത്ത് ഇങ്ങനെയായിരുന്നു: മാമോദീസ മുങ്ങണമെന്നും അത് പൂർണ്ണമായി വെള്ളത്തിൽ മുങ്ങണമെന്നും എനിക്ക് മനസ്സിലായി. ഈ കത്ത് ഇവിടെ കിട്ടുമ്പോഴേക്കും ഞാൻ അവിടെ എന്ത് ചെയ്തിരിക്കും? മാമോദീസ മുങ്ങിയിരിക്കും. ഉടനെ തന്നെ എൻ്റെ അപ്പച്ചനും ആകെ ഷോക്കായി. ഉടനെ അമ്മച്ചി വിളിച്ചു, ഈ ക്രിസ്ത്യാമേ, കത്ത് വന്നു ആദ്യം അപ്പച്ചനെ വായിക്കുന്നത്. എടി, നിന്റെ മോൻ വഴി തെറ്റിപ്പോയി എന്ന് പറഞ്ഞു. അതുവരെ എൻ്റെ മോനാ. എഞ്ചിനീയറിങ്ങിന് എൻട്രൻസിന് വലിയ മാർക്ക് കിട്ടിയപ്പോൾ, ഒത്തിരി കാര്യം കിട്ടിയപ്പോൾ എൻ്റെ മോൻ, നീ ഒരു മണ്ടിപ്പെണ്ണ്. ആര് പറഞ്ഞ മാതിരി, പ്രേം നസീർ പറഞ്ഞ മാതിരി മണ്ടിപ്പെണ്ണ്, നിനക്ക് അത്ര വലിയ ബുദ്ധിയില്ല. ഞാനോ കൊച്ചിയില് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിരുന്ന ആളാണ് എൻ്റെ അപ്പച്ചൻ. സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ട് ഒരു ഡോക്ടറായില്ല. അന്ന് എൻ്റെ പിതാവിൻ്റെ കൂടെ 10ാം ക്ലാസ്സിൽ തോറ്റ പലരും ഡോക്ടർമാരായിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, അപ്പൊ മണ്ടിപ്പെണ്ടേന്ന് വിളിച്ചു. മാത്രമല്ല, നിന്റെ മോൻ വഴി തെറ്റിപ്പോയി എന്നാ പറഞ്ഞത്. കാരണം താനൊരു വഴി മാറിപ്പോയി എന്നാണ് ആര് വിചാരിച്ചത്? എൻ്റെ അപ്പച്ചൻ വിചാരിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ആ ചേട്ടൻ ഈ സത്യത്തിന് വേണ്ടി നിൽപ്പാനായിട്ടിടയായി. കർത്താവിന്റെ കൽപ്പനയായ സ്നാനം അത് വളരെ വലിയതാണെന്ന് മനസ്സിലാക്കുവാനിടയായി. ആ ചേട്ടനെ കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നടത്തിയ ശ്രമമാണ് ഞാൻ സ്നാനത്തിലേക്ക് വഴി നടക്കുവാനിടയായത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ ഒരു കാര്യമുണ്ട്, ഞാൻ എപ്പോഴും ചിന്തിക്കുന്നുണ്ട്. ഞാൻ ഏറെ ബഹുമാനിക്കുന്നവരാ കത്തോലിക്ക പുരോഹിതന്മാർ, കന്യാസ്ത്രീമാർ. കാരണം അവർ ഹോസ്പിറ്റൽ നടത്തുന്നുണ്ട്, അവരൊത്തിരി കോളേജുകൾ നടത്തുന്നുണ്ട്. ഞാൻ 5 കൊല്ലം പഠിച്ചത് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലാണ്. അനേക അധ്യാപകന്മാര് ഡോക്ടറേറ്റ് ഉള്ളവരുണ്ട്, പ്രൊഫസർമാരായിട്ടുള്ളവരുണ്ട്, ഒത്തിരി പേരുണ്ട്. എൻ്റെ കൂടെ പഠിച്ച ആൾ തന്നെ പിന്നീട് പ്രിൻസിപ്പലായിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്നെ അത്ഭുതപ്പെടുത്തുകയും എന്നെ പലപ്പോഴും ചിന്താക്കുഴപ്പത്തിലാക്കുകയും ചെയ്യുന്നത് ഇവർക്ക് മലയാളം അറിഞ്ഞുകൂടെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടെ എന്നൊരു ചോദ്യമാണ്. കർത്താവിന്റെ കൽപ്പനയിൽ കൃത്യമായി പറഞ്ഞിരിക്കുക എന്ത്? ബാപ്റ്റിസോ, അതായത് എപ്പോഴാണ് സ്നാനപ്പെടേണ്ടത്? വിശ്വസിച്ച് സ്നാനമേൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെട്ട് വിശ്വസിച്ചതിന് ശേഷമാണ് സ്നാനം എന്ന് പച്ച മലയാളത്തിൽ അല്ലെങ്കിൽ വ്യക്തമായ ഇംഗ്ലീഷിൽ വചനത്തിൽ എഴുതിയിരുന്നപ്പോൾ എഴുതി കണ്ടിട്ടും എന്തുകൊണ്ട് ഈ ഡോക്ടറേറ്റ് ഉള്ളവര്, അധ്യാപകരായിരിക്കുന്ന അല്ലെങ്കിൽ അറിവുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന ഇത്രയും വലിയ പണ്ഡിതന്മാരായിരിക്കുന്ന ഈ പറയുന്ന മനുഷ്യർക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു? ഹല്ലേലൂയ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അനുസരണയുള്ള ഹൃദയത്തോടെ, സ്നേഹമുള്ള ഹൃദയത്തോടു കൂടി നാം കർത്താവിന്റെ അടുത്തേക്ക് വന്നാൽ ഈ വചനത്തിൽ എഴുതിയ കാര്യം നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുവാൻ ദൈവം സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആരുടെ കഴിവുകൊണ്ടല്ല നാം സ്നാനത്തിലേക്ക് വരുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം നമ്മുടെ കർത്താവ് തുറക്കുന്നത് കൊണ്ടാ. ഹല്ലേലൂയ. ദൈവകൃപ എവിടേക്ക് വ്യാപരിക്കും? കൃപയും സത്യവും നിറഞ്ഞവരായി നമ്മുടെ ഇടയിൽ പാർത്തവനായ കർത്താവായ യേശു ക്രിസ്തുവാണ് ആ കൃപാനിധി. ഹല്ലേലൂയ. ആ കരുണാനിധി. ഹല്ലേലൂയ. ആ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി നമ്മെ രക്ഷിക്കാൻ അവന് മനസ്സായി എന്നുള്ള സത്യം. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പ്രിയ മാത്യൂസ് ബ്രദർ എങ്ങനെ ഇവിടെ വന്നേന്ന് ചോദിച്ചാൽ അതെനിക്ക് ചോദിക്കേണ്ടത് ഷാജി ബ്രദറിനോടാ. ഷാജി ബ്രദർ, എങ്ങനെ മാത്യൂസ് ഇവിടെ വന്നത്? നമ്മുടെ ഇംഗ്ലീഷ് ആരാധനയ്ക്ക് മാത്യൂസ് വന്നപ്പോ ഞാൻ വിചാരിച്ചു ഇനി ഷാജി ബ്രദറിന് വലിയ റിലേറ്റീവ്. കാരണം രണ്ടുപേർക്ക് തലമുടി ഒരുപോലെ ഇവര് തല ചെയ്തിരിക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് വലിയ റിലേറ്റീവ് ആണെന്ന് ചോദിച്ചു. എങ്ങനെ വന്നു? യു ടെൽ ടു ദ കോൺഗ്രിഗേഷൻ. എങ്ങനെ ഈ ഷാജി മാത്യൂസ് ബ്രദർ വന്നേന്നൊന്ന് പറഞ്ഞ. യു ടെൽ. തെൽക്കിൻ്റെ അടുത്ത് സില എന്ന് പറയുന്ന സ്ഥാപനത്തിൽ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യായിരുന്നു. ഇപ്പൊ യു ബിക്കം എ റിയൽ ബ്രദർ ടു ഹിം. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു.
ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ കാണുന്നു, അവർ സ്നാനമേറ്റ് ദൈവസഭയോട് ചേർന്നു. എഫേസ്യ ലേഖനത്തിൽ വരുമ്പോൾ ഒരു പ്രാർത്ഥന ദേവദാസൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേർ വരുത്തുവാൻ യോഗ്യനായ ദൈവം. വി ആർ entered in a great family. ആ ഗ്രേറ്റ് ഫാമിലിക്ക് വരുന്ന ബാപ്റ്റിസം വഴിയാ. ഹല്ലേലൂയ. ഐ എം ടെല്ലിങ് യു, ബൈ ബാപ്റ്റിസം ഓൺലി വി ആർ കമ്മിങ് ടു ദ ഗ്രേറ്റ് ഫാമിലി. അതുകൊണ്ട് ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഒരു ദൈവത്തിന്റെ കമാൻഡ് ലംഘിച്ചാൽ സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? നിങ്ങൾ ചിന്തിക്ക്. കർത്താവ് ഒരു മാതൃകയും കാണിച്ചു തന്നു. കർത്താവ് പാപികളുടെ ക്യൂവിൽ നിന്ന് കർത്താവ് സ്നാനപ്പെട്ടു. ഇനി മാത്രമല്ല, ഉടനെ എഴുന്നേറ്റ് സ്നാനപ്പെട്ടു. ആര്? സൗൾ. എത്രയോ പേര് സ്നാനം നടന്നു. ഇന്ന് പലരും പറഞ്ഞു സ്നാനത്തിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നവരുണ്ട്. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് പറഞ്ഞു, ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഒരു സകല ജാതികളെയും ശിക്ഷപ്പെടുത്തുവിൻ, സ്നാനപ്പെടുത്തുവിൻ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ സ്നാനപ്പെടുത്തുവിൻ. കർത്താവിന്റെ കൽപ്പന നിൽക്കുക. എന്നിട്ട് കർത്താവ് പറയാണ്, ലോകത്തിന്റെ അന്ത്യത്തോളം എന്തുണ്ടാവും? ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ ആർക്ക് പറയാൻ കഴിയും സ്നാനം വേണ്ട എന്ന്? പ്രൈസ് ദി ലോർഡ്. സ്നാനപ്പെട്ടാൽ അപ്പോൾ മാത്യൂസ് ബ്രദർ കർത്താവിന്റെ രക്ഷകനായിട്ട് സ്വീകരിച്ചു. രക്ഷകനായി സ്വീകരിച്ചില്ലേ? പാപമോചനായിട്ട് സ്വീകരിച്ചില്ലേ? കർത്താവിന് ഹൃദയത്തിൽ സ്വീകരിച്ച് കർത്താവിനെ പിൻപറ്റാൻ ആഗ്രഹിക്കുന്നില്ലേ? ദൈവത്തിന് സത്യമെന്ന് വിശ്വസിക്കുന്നില്ലേ? വിശ്വസിക്കുന്നു. ഇത് വിശ്വസിച്ചിട്ട് അദ്ദേഹം ഒരു ഡിസൈപ്പിൾഷിപ്പിന്റെ ക്ലാസ്സും കൂടി ഇവിടെ തുടർമാനമായിട്ട് ആരാധനയ്ക്കും വന്നു. അതുമാത്രമല്ല, താൻ കഴിഞ്ഞ ആഴ്ച ചർച്ചിൽ പറഞ്ഞു, എനിക്ക് സ്നാനമേൽക്കണം, സഭത്തിന്റെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണം. അതിനു മുമ്പത്തെ ആഴ്ച എന്നോട് പറഞ്ഞു എനിക്ക് സ്നാനമേൽക്കണം. അപ്പോ ഞാൻ പറഞ്ഞു, അത് സഭയിൽ പറയണം. കാരണം ഇത് പ്രൈവറ്റ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണെങ്കിലും, ഇത് പേഴ്സണൽ ആയിട്ട് എടുക്കേണ്ട കാര്യമാണെങ്കിലും, ഇത് പ്രൈവറ്റ് ആയ കാര്യമല്ല. ദിസ് ഇസ് എ പേഴ്സണൽ ഡിസിഷൻ, ബട്ട് ദിസ് ഇസ് നോട്ട് എ പ്രൈവറ്റ് ദിസ് തിങ്. അതൊരു പബ്ലിക്കായിട്ട് ചെയ്യേണ്ട കാര്യം. ഇത് പരസ്യമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഈ സ്നാനപ്പെട്ടാൽ എന്താ ഗുണം? സ്നാനപ്പെടാത്തവരിവിടെ ഉണ്ട്, ചെറുപ്പക്കാരുണ്ട്. പലവട്ടം ഞാൻ ആലോചിച്ചു. ടോമിയുടെ മക്കളും അതുപോലെ തന്നെ ജോജന്റെ മക്കളും അതുപോലെ അനിലും പലരും സ്നാനമേൽക്കാനായിട്ട് എന്റെ വക്കിൽ നിൽക്കുന്ന. ഞാനിങ്ങനെ ചിന്തിച്ചു. ജോയം തോമസ് ഇവിടെ വന്ന് പറഞ്ഞു 11ാം വയസ്സിൽ സ്നാനപ്പെട്ടവനാ ഞാൻ. 11ാമത്തെ വയസ്സിൽ എനിക്ക് മനസ്സിലായി, 11ാമത്തെ വയസ്സിലും എനിക്ക് ദൈവവചനം ഉള്ളിലേക്ക് കൊണ്ടുവരാൻ കഴിയും. 11ാമത്തെ വയസ്സിലും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ കഴിയും. 11ാമത്തെ വയസ്സിലും എനിക്ക് കർത്താവിന്റെ അനുഭവം ഉണ്ടാകാൻ കഴിയും. പ്രായത്തിന് തടസ്സമുണ്ടോ? 87 വയസ്സായ ഒരു സഹോദരിയെ, ഒരു സൈഡ് പാരലിസ് ചെയ്ത സഹോദരിയെ ഈ വെള്ളത്തിൽ സ്നാനപ്പെടുത്തിയ വ്യക്തിയാണ് ഞാൻ. 87 വയസ്സ്. മരിക്കാൻ കിടക്കുമ്പോൾ ചെന്നൈയിൽ നിന്ന് അവരുടെ മൂത്ത മകള് വന്നു. അവിടെ പോയി, ആലുവയിൽ പോയി. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, പാസ്റ്റർ വന്നു എന്ന് പറഞ്ഞു. ഉറക്ക ചെവിയിലങ്ങോട്ട് ഉറക്ക പറഞ്ഞ വഴി മരിക്കാൻ കിടന്നിരുന്ന ആ സ്ത്രീ ആ ബെഡിൽ ചാടി അങ്ങോട്ട് ഇരുന്നു. ഒരു ബോൾ ചാടിയിരിക്കണം മാതിരി. പിന്നെയും 2-3 കൊല്ലം കഴിഞ്ഞിട്ടാ മരിച്ചോളൂ. നമ്മുടെ പള്ളിയിൽ അച്ഛന്മാരെ പോയി ഒടുവിലത്തെ ഒപ്രശമ കൊടുക്കും. അമ്മാമ, അവിടെ ആൾക്കാരൊക്കെ വരണുണ്ടല്ലോ, ഇന്നെന്താ ആൾക്കാർ വരണേ? അവിടെ അച്ഛൻ വരണതാ ഒടുവിലത്തെ ഒപ്രശമ കൊടുക്കാൻ. അപ്പൊ മരിക്കാറായോ? ഇന്ന് മരിക്കോ? നാളെ മരിക്കോ? ഇതാണ് ഈ യാക്കോബിന്റെ ലേഖനത്തിലുള്ള ഈ രോഗി ലേപനം എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഒരു സഭയിലെ ശുശ്രൂഷകനോ അല്ലെങ്കിൽ എൽഡേഴ്സോ കടന്നു നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമാ കിട്ടാൻ പോകുന്നത്. മരിക്കാറായി കിടന്ന ആള് പിന്നെ 2-3 കൊല്ലം കഴിഞ്ഞ് 91 വയസ്സ് കഴിഞ്ഞിട്ടാ 92ാമത്തെ വയസ്സിലാണ് മരിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ കാര്യം, അനേകരെ സ്നാനപ്പെടുത്താൻ ഈ സ്നാനക്കുളത്തിൽ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. 100 പേരെ സ്നാനപ്പെടുന്നവരെ ഞാൻ എഴുതി വെച്ചു. പിന്നെ ഞാൻ എഴുതി വെച്ചിട്ടേ ഇല്ല. ദൈവം പല സ്ഥലത്തും സ്നാനപ്പെടുത്തുവാനായിട്ട് ദൈവം ഇടയാക്കി. സ്നാനപ്പെട്ടാൽ എന്താ ഗുണം? പ്രൈസ് ദി ലോർഡ്. സ്നാനപ്പെട്ടാൽ ദൈവത്തിന്റെ സിഗ്നേച്ചർ നമുക്ക് കിട്ടും. പരിശുദ്ധാത്മാവിന്റെ ദാനം നമുക്ക് ലഭിക്കും. He will put his sign and he will fill us with his spirit. Hallelujah. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആ ദൈവത്തിന്റെ സഭ എന്ന് പറഞ്ഞാൽ ദൈവികമായി കുടുംബത്തിന്റെ അംഗമായി മാറാൻ കഴിയും. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, കർത്താവിന്റെ ശിഷ്യത്വത്തിലേക്ക്, കർത്താവിലേക്ക്, ഒരു വളർച്ചയിലേക്ക് നമുക്ക് കൈപിടിച്ച് നടക്കാൻ കഴിയും. ഇതില് ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ എൻ്റെ സ്നാനത്തിനൊരു വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ചില കേസുകളിൽ വീഡിയോ എടുത്തിട്ടുണ്ട്. സുവിശേഷ വിരോധിയായി ഭർത്താവ് എനിക്കെതിരെ കംപ്ലൈന്റ് കൊടുത്താൽ പോലീസ് സ്റ്റേഷനിൽ കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്തിട്ടുണ്ട്. ആങ്ങളമാര് വന്ന് കാല് തല്ലി ഓടിക്കാൻ വന്നാൽ കാണിച്ചു കൊടുക്കാൻ വീഡിയോ എടുത്തിട്ടുണ്ട്.
സ്വന്തം ഇഷ്ടപ്രകാരമാണെന്ന് ചോദിക്കുക. ആ ചോദ്യം ഞാൻ ചോദിക്കും. ഇത് ആരുടെങ്കിലും ഷാജി ബ്രദറിന്റെ കമ്പൽഷൻ കൊണ്ടാണോ, പാസ്റ്ററുടെ കമ്പൽഷൻ കൊണ്ടാണോ, എന്തെങ്കിലും വല്ല കാര്യസാഹിത്യത്തിനാണോ ഈ സാധനപ്പെടുന്നത്, അതോ സ്വന്തം ഇഷ്ടപ്രകാരം കർത്താവിനെ സ്വീകരിച്ച് കർത്താവിന്റെ വഴി നിൽക്കാനാണോ എന്നൊക്കെ ചോദിക്കും. ഹല്ലേലൂയ. ആ ചോദ്യത്തിനൊക്കെ അദ്ദേഹത്തിന് ഉത്തരവുണ്ട്. അല്ലാന്ന് എനിക്ക് നന്നായി അറിയാം. ഹല്ലേലൂയ. താൻ തന്റെ സാക്ഷ്യം കഴിഞ്ഞ ആഴ്ച പറയുവാനായിട്ട് ഇടയായി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, അതായത് ബാപ്റ്റിസം കർത്താവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായാണ്. ഇവിടെ പത്രോസ് പറയുന്ന ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് സ്നാനത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുക. പത്രോസ് പറയുന്നു, ഇത് ശുദ്ധ മനസാക്ഷിക്ക് വേണ്ടി ദൈവത്തോട് നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. ഫോർ എ ക്ലിയർ കോൺഷ്യൻസ് വി ആർ പ്രേയിങ് ടു ദ ലോർഡ്. ദറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ്, ദറ്റ് ഈസ് എൻ അപ്ലിക്കേഷൻ, പ്രെയർ അപ്ലിക്കേഷൻ തന്നെയാണ്. ബാപ്റ്റിസം ഈസ് എ പ്രെയർ അപ്ലിക്കേഷൻ ആണ്. അതായത് നമ്മുടെ ശുദ്ധ മനസാക്ഷി കർത്താവ് കാണാണ്. കർത്താവ്, ഞാൻ അങ്ങേ അംഗീകരിച്ചു, ഞാൻ അങ്ങേ വിശ്വസിച്ചു, അങ്ങന്റെ രക്ഷകനാണ്, അങ്ങന്റെ നാഥനാണ്, ഞാൻ അങ്ങേ പിന്തുടർന്നു പോയി. ദിസ് ഇസ് ദ മീനിങ്. അപ്പൊ ഇതിന്റെ മീനിങ് എന്താ? മാത്യൂസ് ബ്രദറിനോട് ഞാൻ ചോദിച്ചു, നിങ്ങളോട് ഞാൻ ചോദിക്കുക, എന്താണ് ഈ വെള്ളത്തിൽ മുങ്ങുന്നതിന്റെ മീനിങ്? വെള്ളത്തിൽ എന്താ മുങ്ങാൻ കാരണം? അതിനൊരു മീനിങ് ഉണ്ട്. എന്താ മീനിങ്? കർത്താവായ യേശു എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? മരിച്ചു. എനിക്ക് വേണ്ടി മരിച്ചു എന്ന് പറയല്ല കൂടുതൽ കറക്റ്റ്, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുന്ന പ്രധാനം. എൻ്റെ പാപസംബന്ധമായി മരിച്ചു എന്നുള്ളതാ പ്രധാനം. പാപിയല്ലാത്ത യേശു, പരിശുദ്ധനായ യേശു തിരുവചന പ്രകാരം ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി മരിച്ചത് നമ്മുടെ പാപസംബന്ധമായിട്ടാണ്. അതുകൊണ്ട് നമ്മുടെ പാപസംബന്ധമായി യേശു മരിച്ചുവെങ്കിൽ ആ യേശു ക്രിസ്തുവാണ് എൻ്റെ രക്ഷകൻ. 3-ാം ദിവസം ഉയർത്തെന്നിട്ട് ഇന്നും ജീവിക്കുന്നവന്. അതുകൊണ്ട് ഞാൻ എന്താ വിശ്വസിക്കുന്നത്? എൻ്റെ യേശുവിനെ, എനിക്ക് വേണ്ടി മരിച്ച യേശുവിനെ. അതുകൊണ്ട് ഞാൻ പാപസംബന്ധമായി മരിക്കാൻ പോകുകയാണ്. മരിച്ചു ഓൾറെഡി, പക്ഷെ അത് അപ്ലൈ ചെയ്യാൻ പോണ് വെള്ളത്തിൽ. പാപസംബന്ധമായി ഞാൻ മരിച്ച പഴയ മനുഷ്യന് ഞാൻ എന്ത് ചെയ്യാൻ പോണ്? ഐ എം ഗോയിങ് ടു ബറി. ഞാൻ കുഴിച്ചിടാൻ പോവാ. വായിൽ കുഴിച്ചിട്ട് ആൾക്കാർക്ക് അറിയില്ല എന്നിട്ട് സംഭവം ഒന്നും ഒരു പിടിയും കിട്ടില്ല. മണ്ണിൽ കുഴിച്ചിട്ട് നമ്മൾ ശരിക്കും മരിച്ചു പോകും. പിന്നെ വെള്ളത്തിൽ കുഴിച്ചിടാൻ പറ്റുള്ളൂ. വെള്ളത്തിൽ എത്ര സമയം വരെ നിൽക്കാൻ പറ്റും? എത്ര സമയം വരെ വെള്ളത്തിൽ നമുക്ക് താഴെ നിൽക്കാൻ പറ്റും? ദൈവത്തിനറിയാം. ദൈവം ബുദ്ധിമാനാണല്ലോ. വെള്ളത്തിൽ മുങ്ങാൻ പറഞ്ഞാൽ പിന്നെ ചില വെള്ളം ഇല്ലാത്ത സ്ഥലത്ത്, ഈ ഭൂമിയിൽ എന്തോരം വെള്ളമുള്ള സ്ഥലമുണ്ട്. വാട്ടർ ടാങ്ക് ഇല്ലെങ്കിലോ? വാട്ടർ ടാങ്ക് ഇത്രയുള്ള സാധനത്തിൽ വാട്ടർ ടാങ്ക് കൊണ്ടുപോവാം. അവിടെ ഇത് കഴിഞ്ഞാൽ അതിൽ മുഴുവൻ വെള്ളം നിറച്ചു കഴിഞ്ഞാൽ വാട്ടർ ടാങ്കായി. പ്രൈസലോ. ഞാൻ പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പഴയ മനുഷ്യനെ എത്ര സമയം വെള്ളത്തിൽ മുങ്ങിക്കാൻ പറ്റും? എത്ര സമയം നിൽക്കാൻ പറ്റും നിങ്ങൾക്ക്? 1 മിനിറ്റ്, 5 മിനിറ്റ് പറ്റാവുന്നവരാരെങ്കിലും ഉണ്ടോ? എത്ര മിനിറ്റ്? 5 മിനിറ്റ് വെള്ളത്തിൽ മുങ്ങിക്കാൻ പറ്റോ? ശ്വസിക്കാണ്ട്. ഒരു അത്ഭുതം തന്നെയാ. സാധാരണഗതിയിൽ നമ്മൾ ഈ തട്ടേക്കാടൊക്കെ കുട്ടികൾ മരിച്ചുപോയി. അപ്പൊ ഈ നികേഷൊക്കെ മറ്റുള്ള ഏഷ്യാനെറ്റുകാരൊക്കെ കൂടി പറയാ, നിങ്ങൾ പേടിക്കേണ്ട, ഞങ്ങൾ രാത്രി ഉറങ്ങാതെ ഇവിടെ കാത്തിരിക്കും. എവിടെ കാത്തിരിക്കും? ന്യൂസ് റൂമിൽ കാത്തിരിക്കും. ഞങ്ങൾ ഉറങ്ങാതെ കാത്തിരിക്കും. രക്ഷാസൈന്യം ഇതുവരെ വന്നിട്ടില്ല. എവിടുന്ന്? കൊച്ചിയിൽ നിന്ന് ആര് വരാൻ പോണ്? നേവിയുടെ ഇതുകൾ വരാൻ പോണ്. എത്ര സമയം ഈ കൊച്ചുങ്ങൾ വെള്ളത്തിൽ പോയി എത്ര സമയം കൊണ്ട് മരിച്ചു പോകും? ടീച്ചർമാർ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് മരിച്ചു പോകും. ഇവര് എന്ത് രക്ഷാസൈന്യമാണ് ചെയ്യുന്നത്? എന്ത് രക്ഷാപ്രവർത്തനം? മരിച്ച ബോഡി എടുക്കുന്ന രക്ഷാപ്രവർത്തനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ കാര്യം പറയുകയാണ്. അതെ, പാപസംബന്ധമായി മരിച്ചവരായി നമ്മൾ പഴയ മനുഷ്യനെ കുഴിച്ചിട്ടിട്ട് പുതിയ മനുഷ്യൻ പുറത്തു വരിക, ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളായിട്ട്. ഇന്നലെ വരെയുള്ള ഒരു ജീവിതമല്ല നമ്മുടെ ജീവിതം, അതൊരു പുതിയ ജീവിതമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഒരു കാര്യം, സ്നാനപ്പെടുന്ന അംഗത്തിന്റെ ഒരു സമ്മതപത്രമുണ്ട്. മാത്യു ബ്രിങ് ഒരു പേനയുള്ള ഒരാൾ പേന കൊണ്ടുവന്നല്ലോ. ആരെങ്കിലും ഒരാൾ പേന വന്ന. ഇതൊരു നമ്മുടെ ചർച്ചിന്റെ ഒരു ഫോർമാറ്റ് ആണ്. സ്നാനപ്പെടുന്ന അംഗത്തിന്റെ സമ്മതപത്രമാണ്. ഞാൻ ദൈവവചനമായി ബൈബിൾ വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിനെ എൻ്റെ പാപമോചകനും എൻ്റെ ഹൃദയത്തിൻ്റെ നാഥനും
കർത്താവുമായി ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വൺ ഹു ബിലീവ് ആൻഡ് ബാപ്റ്റൈസ് വിൽ ബി സേവ്ഡ് എന്ന യേശുവിന്റെ വചനപ്രകാരം ജലത്തിൽ സ്നാനമേൽക്കുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് ആരുടെയും പ്രേരണയാലോ നിർബന്ധത്താലോ അല്ല. ഞാൻ സ്വമേധയാ എന്റെ വിശ്വാസത്തിൽ എടുത്ത തീരുമാനമാണെന്നും ഇതിനാൽ സാക്ഷ്യപ്പെടുത്തുന്നു. ഡു യു അഗ്രി വിത്ത് മീ ദിസ്? കം ആൻഡ് സൈൻ. യു റൈറ്റ് യുവർ നെയിം ഹിയർ. ഇവിടെ again your name. Your person, your signature. And the present address. You can write any address. Your even where you stay also you. Okay, you write. Angamali. That place is also called as Anugraha. Oh, that is place is called Anugraha Nagar. Okay, Angamali also. Write that date also. This date is what? Today's date is 2nd March. ഈ ബാപ്റ്റിസം കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന് കൊടുക്കും. അദ്ദേഹത്തിന് മാത്രമല്ല, ബാപ്റ്റിസം കഴിഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കും. ഇത് നമ്മുടെ ചർച്ച് രജിസ്റ്ററിൽ ഉണ്ടായിരിക്കും. എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും ആ സർട്ടിഫിക്കറ്റ് കിട്ടും. കാരണം ചിലർക്ക് ചില ആവശ്യമുണ്ട്. ചില കൺട്രീസിൽ ബാപ്റ്റിസം സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നവരുണ്ട്. ചില ചർച്ചുകളിൽ പുതിയ ചർച്ച് മെമ്പറായിട്ട് ട്രാൻസ്ഫർ ആയിട്ട് വരുന്ന ആൾക്കാർ ചർച്ച് ജോയിൻ ചെയ്യുമ്പോൾ ബാപ്റ്റിസം സർട്ടിഫിക്കറ്റ് ചോദിക്കും. ചില വിവാഹത്തിന്റെ സമയത്ത് ബാപ്റ്റിസം സർട്ടിഫിക്കറ്റ് ചോദിക്കും. സോ വി ഹാവ് എ ബാപ്റ്റിസം സർട്ടിഫിക്കറ്റ്. ഓക്കെ, അത് അദ്ദേഹത്തിന് കൊടുക്കുന്നതായിരിക്കും. ഇപ്പൊ നമ്മള് ഓൾറെഡി ടോൾഡ് നമുക്ക് പ്രിയ മാത്യൂസിന് ഇപ്പോൾ ജസ്റ്റ് അഗൈൻ യു ക്യാൻ കൺഫസ് ജീസസ് ഈസ് യുവർ ലോർഡ് സേവിയർ, യു വാണ്ട് ടു ഫോളോ ഹിം and he died for you. Like that way you can tell publicly, then we are going to pray. I've accepted Jesus Christ as my Lord and my Savior, and I follow Him. I like to accept Him as my Lord and my Savior. I like to follow Him. Right? Yeah. I like to use Him as I like to accept Him as my Lord and overcome my temptations and all the problems that I face. I will not try to overcome on my own with my strength. I always try to depend on my God. ഹാലലൂയ. നമുക്കിപ്പോൾ കർത്താവിന്റെ ദാസന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹാലലൂയ. ഈ സമയം ഷാജി ബ്രദർ മുന്നോട്ട് കടന്നു വരാം. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഇപ്പോൾ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ ബ്രദർ മാത്യുവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും അല്പസമയം നമുക്ക് ദൈവത്തെ മാത്യുവിന്റെ ലൈഫിനെ ഓർത്ത് എങ്ങനെയാണ് അങ്കമാലി വന്നത്. ബാംഗ്ലൂരാണ് താൻ ജനിച്ചു വളർത്തപ്പെട്ടത്. ഒരു ബ്രോക്കൺ ഫാമിലിയിൽ അംഗമായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവം അത്ഭുതകരമായിട്ടാണ് തന്നെ സ്പർശിക്കാനിടയായത്. ഒരു ടീച്ചറായിട്ട് വരുവാനായിട്ടിടയായി. നമ്മുടെ ഷാജി ബ്രദറിന് ഷെയർ ചെയ്യുവാനായിട്ടിടയായി. ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്യുവാനിടയായി. തുടർമാനായിട്ട് വരുവാനിടയായി. തൻ്റെ ജീവിതത്തിലെ അനേക സന്ദർഭങ്ങളിലൂടെ കടന്നുപോയപ്പോൾ തനിക്ക് ആ കർത്താവിനെ കുറിച്ചുള്ള അധികമായ കാര്യം തന്നെ ഭരിക്കുവാനായിട്ടിടയായി. തൻ്റെ ജീവിതം കർത്താവിനോട് സമർപ്പിക്കാനിടയായി. അതുകൊണ്ട് നമുക്ക് ആ മുഖാന്തരങ്ങളെല്ലാം ഓർത്ത് അല്പസമയം ഈ മാത്യൂസ് ബ്രദറിനെ ഓർത്ത് നമുക്ക് അല്പസമയം ദൈവത്തെ സ്തുതിക്കാം. ഹാലേലൂയ. താങ്ക് യു ജീസസ്. നന്ദി യേശുവേ. അറുക്കപ്പെട്ട കുഞ്ഞാടെ. ഹല്ലേലൂയ. മാത്യു ബ്രദറിന്റെ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ നന്ദി. ഹാലേലൂയ, ഹാലേലൂയ. കർത്താവേ, അങ്ങയുടെ ദാസൻ ഈ വഴിയിലേക്ക് കൊണ്ടുവന്നവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇൻവൈറ്റ് ചെയ്തവർ സ്തോത്രം ചെയ്യുന്നു. മുഖാന്തരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. തന്റെ ജീവിതത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ആപത്തരത്തങ്ങൾ വിടുവിച്ചോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. പ്ലീസ് Mighty God and Father, thank you, Lord, that you have brought us here together. Thank you that Matthew has taken this decision, Lord, baptized in your name.
Lord, because obedience is righteousness. Amen. All of us, Lord, obedience to your word is the righteousness. That is how we become righteous in your sight, Lord. And we thank you, Lord, that Matthew has taken this decision. And we pray that this will be the first step of many steps that he takes, Lord, as he grows closer and closer to you, Lord. Because you are the God who takes care of everything, Lord. The God who takes care of everything. Even things that we haven't imagined, Lord, you take care of all those things. And we pray that you will bless him, Lord, and you will enable him to grow stronger and stronger. Because, Lord, you want all of us to grow, Lord. Hallelujah. You do not want any of us to remain stagnant. Amen. Because we have to grow. As Christians, we all need to grow, Lord. And that is what we pray for Matthew, that you will bless him and you will enable him to grow according to your will. We offer this prayer in the name of our Lord and Savior, Jesus Christ. Amen. 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 Please be seated. ജോർജ് ബ്രദർ ഒന്ന് മുന്നോട്ട് കടന്നു വന്ന് ഇതും അങ്ങോട്ടേക്ക് ആക്കിയിട്ട് ഈ കസേരയിലാണ്. കസേര ഇവിടെ ആൾക്കാർക്ക് നിൽക്കാവുന്ന സ്ഥലത്തിൽ അറേഞ്ച് ചെയ്യാനാ. ആ ശുശ്രൂഷ തന്റെ ദാസനിലൂടെ നിറവേറ്റുവാൻ കർത്താവിന്റെ കൃപയും സാന്നിധ്യവും ദാസനിലൂടെ ഉണ്ടാകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ് അത് ഭംഗിയായി ചെയ്ത് അത് കർത്താവിന്റെ ഹിതപ്രകാരം സഹോദരൻ ജീവിപ്പിക്കാൻ കർത്താവ് അവരെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണം കർത്താവെ. പ്രാർത്ഥന കേട്ടല്ലോ. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവെ കേൾക്കുമാറാകണമേ. ആമേൻ. ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കാൻ. സ്വർഗസ്ഥനായ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഈ നിമിഷത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, മാത്യൂസിന്റെ ജീവിതത്തിൽ കർത്താവിനെ അനുസരിപ്പാൻ, കർത്താവിനെ വിശ്വസിപ്പാൻ കർത്താവ് ഇടയാക്കിയ സാഹചര്യങ്ങൾക്കായി, മുഖാന്തരങ്ങൾക്കായി ഒരിക്കൽ കൂടെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഇത് അങ്ങയുടെ അന്ത്യകൽപ്പനയായതുകൊണ്ട് ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു. ഇത് ക്രിസ്ത്യൻ ലൈഫിൻ്റെ ഒരു എലമെൻ്ററി ടീച്ചിങ് ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഹല്ലേലൂയ. കർത്താവെ, ഈ ജലാശയത്തെ അങ്ങ് ശുദ്ധീകരിക്കണമേ. കർത്താവെ, ഇന്ന് സ്നാനപ്പെടുന്ന ഹല്ലേലൂയ മാത്യൂസിനെ അങ്ങ് ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. ഇതിന് സാക്ഷികളാകുവാൻ കടന്നു വന്നിരിക്കുന്ന സ്നാനപ്പെട്ടവരും സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്നവരുമായിരിക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, ഈ സ്നാന ശുശ്രൂഷ വഴി തങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി സ്റ്റെപ്പുകൾ എടുക്കുവാൻ, ഹൃദയങ്ങളോട് ഇടപെടുവാൻ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമേ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുക്കരത്തിലേക്ക് ഞങ്ങൾ എല്ലാവരും താഴ്ത്തി ഏൽപ്പിക്കുന്നു. യേശു കർത്താവിൻ്റെ അതുല്യമായ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, സ്നാനം വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ഇത് വളരെ സീരിയസ് ആയ ഒരു ശുശ്രൂഷയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, സ്നാനത്തിന് മുൻകുറിയായി 2 സംഭവങ്ങളെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. 2 സംഭവങ്ങൾ. ഒന്ന്, പത്രോസിന്റെ ലേഖനത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത്, അന്ന് നോഹയുടെ കാലഘട്ടത്തിൽ കർത്താവിനെ അനുസരിച്ച് ദൈവത്തിന്റെ കൃപ കണ്ടെത്തിയ നോഹയും കുടുംബവും ആ പെട്ടകത്തിനുള്ളിലേക്ക് കടന്നു. ബാക്കി സകലരും എന്ത് ചെയ്തു പോയി? തള്ളപ്പെട്ടു പോയി എന്നാ പറയുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്നു, ആ ജലത്തിലൂടെ ദൈവം ഒരു വഴിയൊരുക്കിയത് എന്ന് പറഞ്ഞാൽ സകലരും, സകല ഭൂമിയിലെ സകല ജന്തുക്കളും സകലതിന്റെ മേലും അന്ന് വെള്ളം വന്ന് മൂടി. മുകളിൽ നിന്ന് മഴ പെയ്തു. ആഴിയുടെ ഉറവുകൾ എന്ത് ചെയ്തു? ആഴിയുടെ ഉറവുകൾ തുറന്നു. ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ നിന്ന് വെള്ളം പുറത്തേക്കുന്നു. ഇന്ന് നമ്മൾ
ഈ ബോർവെല്ലൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഭൂമിയുടെ അടിയിലും വെള്ളമുണ്ടെന്ന്. അത് പുറത്തേക്ക് വന്നു. അങ്ങനെ മഴ പെയ്തു, കാറ്റടിച്ചു, എല്ലാ വെള്ളവും കൂടി മുന്നോട്ട് പോയപ്പോൾ അവിടെ ഇതാ കർത്താവിനെ അനുസരിച്ച നോഹയും കുടുംബം ഒരു പെട്ടകത്തിലൂടെ കടന്നു പോവുകയാണ്. Praise the Lord. അതുകൊണ്ട് സ്നാനം എന്ന് പറയുന്നത്, വെള്ളത്തിൽ ചെയ്യുന്ന സ്നാനം എന്ന് പറയുന്നത് അത് രക്ഷയുമായിട്ട് എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്ന സ്നാനത്തിലൂടെയല്ല, എന്നാൽ രക്ഷിക്കപ്പെട്ടവന് ആ രക്ഷയുമായി ഏറ്റവും അനുബന്ധിച്ച ഒരു അനുസരണത്തിന്റെ ലിങ്കാണ് സ്നാനം എന്ന് പറയുന്നത്. Praise the Lord. അതുപോലെ തന്നെ ഒന്നുകൂടി വചനം പറയുന്നുണ്ട്. ആർക്കെങ്കിലും പറയാമോ? ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു. കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ആ ഇസ്രായേൽ ജനം ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് വന്നപ്പോൾ അവരെ പോകാൻ അനുവദിച്ചെങ്കിലും കർത്താവിനോട് പറഞ്ഞു, ഫറവോനോട് പറഞ്ഞു, എൻ്റെ ജനം എന്നെ ആരാധിക്കാൻ വിട്ടയക്കണം. അവനാദ്യം സമ്മതിച്ചില്ല. പക്ഷേ അവസാനം വിട്ടയക്കേണ്ടി വന്നു, കുഞ്ഞാട് അറുക്കപ്പെട്ടതുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പുറത്തു വന്ന് ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് ഇവന് ബോധോദയം വന്നത്, ഇവരെ പുറകെ പോയി കൊല്ലണമെന്ന്. അങ്ങനെ വരുമ്പോൾ അവിടെ മോശ നിൽക്കുകയാണ്. അപ്പുറത്തേക്ക് എങ്ങനെ കടന്നു പോകും? കർത്താവിനെ സ്നേഹിക്കാൻ, കർത്താവിനെ ആരാധിക്കാൻ, കർത്താവിനെ വിശ്വസിച്ച് ഇറങ്ങി തിരിച്ചവര് എങ്ങനെ അപ്പുറത്തേക്ക് കടക്കും? വലിയൊരു ചോദ്യം. എങ്ങനെ അപ്പുറത്തേക്ക് കടക്കും? അപ്പോൾ അധികാരത്തോടുകൂടെ മോശ തന്റെ കയ്യിൽ വടി നീട്ടി. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കർത്താവ് എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടോ, കർത്താവിന്റെ അധികാരപൂർണമായ കൽപ്പനയുണ്ടോ, അതനുസരിക്കുന്നിടത്ത് ഒരു വിടുതലുണ്ട്. പ്രൈസ് ദി ലോർഡ്. മോശ വടി നീട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു? ഇന്ന് വരെ സംഭവിക്കാത്ത ഒരു വലിയ കാര്യം സംഭവിച്ചു. എന്താ സംഭവിച്ചത്? ആ ചെങ്കടൽ രണ്ടായിട്ട് പിളർന്നു. എന്ന് പറഞ്ഞാൽ അപ്പുറത്തും വെള്ളം, ഇന്നു വരെ സംഭവിക്കാത്തത്, ഒരു ചിറ പോലെ ഉയർന്നു നിൽക്കുന്ന വെള്ളം. പ്രൈസ് ദി ലോർഡ്. അതിന്റെ നടുവിലൂടെ കടന്നുപോയവര് ആരൊക്കെയാ? അതിന്റെ നടുവിലൂടെ കടന്നുപോയവര് അമ്മച്ചിമാര്, അപ്പച്ചന്മാര്, യൗവനക്കാര്, കുട്ടികള്, സകലരും ഉണങ്ങിയ നിലത്തെന്ന വണ്ണം അതിലൂടെ കടന്നുപോയെന്ന് നമ്മൾ വായിക്കുന്നത്. ഇതും സ്നാനത്തിനൊരു മുൻകുറി. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു കാര്യം കൂടി കാണുന്നുണ്ട്. പുറകിലൂടെ ആര് വന്നു? ഫറവോനും സൈന്യം വന്നു. അവരും ഈ നടുവിലൂടെ പോകാൻ നോക്കി. അവര് പോയി. പക്ഷെ അവർ എന്ത് ചെയ്തു? വെള്ളത്തിൽ മരിച്ചു. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞ്, ആരെങ്കിലും പറഞ്ഞ് കല്യാണം നടക്കാൻ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ആ സ്ഥാനപ്പെട്ട പൈസ കിട്ടും, സ്ഥാനപ്പെട്ട സ്വിറ്റ്സർലൻഡിൽ പോവാ, സ്ഥാനപ്പെട്ട അത് നടക്കും, ഇത് നടക്കും എന്ന് പറഞ്ഞ് ചെയ്യേണ്ടതല്ല സ്നാനം. അങ്ങനെ അതൊന്നല്ല സ്നാനം. ആര് കർത്താവിനെ വിശ്വസിക്കുന്നവനോ, ആര് കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്നോ, ആര് കർത്താവിന്റെ വചനപ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുന്നോ, ആ വ്യക്തി എടുക്കേണ്ട സ്നാനം. അങ്ങനെയുള്ളവർ എടുത്താൽ മാത്രമേ ഇത് രക്ഷയിലേക്ക്, അല്ലെങ്കിൽ കർത്താവ് ക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് നടക്കുള്ളൂ. അവസാനം ഇരുമ്പ് രഥങ്ങളും സാധനങ്ങളെല്ലാം പിന്നീട് കാലഘട്ടത്തിൽ കണ്ടെത്തി മനസ്സിലായി ഇത് സത്യമായിരുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ വാക്കുകളെ ഉപസംഹരിക്കാം. ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തെ ഓർത്ത് നമ്മൾ അറിയാത്ത സ്ഥലത്ത് നിന്ന് അങ്കമാലിയിലേക്ക് കൊണ്ടുവന്ന് ഇവിടെയുള്ള ഇംഗ്ലീഷ് ആരാധനയിലേക്ക് ഷാജി പത്രോസ് മുതൽ ക്ഷണിച്ച് പലപ്പോഴും വന്ന്, അതേസമയം വന്നതുകൊണ്ടോ പ്രാർത്ഥിച്ചതുകൊണ്ടോ മാത്രം പ്രശ്നം തീരാതെ അനുഗ്രഹത്തെക്കാൾ ഉപരിയാണ് അനുഗ്രഹത്തിന്റെ ദാതാവെന്ന് മനസ്സിലാക്കാൻ മാത്യൂസ് ബ്രദറിന് സാധിച്ചു. ഒരു സമയത്ത് താൻ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കുന്ന അനുഭവം. പ്രിയപ്പെട്ടവർ, നമ്മുടെ കർത്താവ് മനസ്സ് തകർന്നവരെയും ഹൃദയം നുറുങ്ങിയവരെയും സമീപസ്ഥനായ കർത്താവ് പറഞ്ഞു, നീ ഭയപ്പെടണ്ട. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഷാജി പത്രോസ് ബ്രദർ പീറ്റർ ബ്രദറിന്റെ ഭവനം ജീവിച്ച് പറഞ്ഞതുപോലെ, ഞാൻ കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങിയത് മരണത്തിൽ നിന്ന് കർത്താവിനെ രക്ഷിച്ച, ആ അപകടത്തിൽ നിന്ന് രക്ഷിച്ച സമയം കഴിഞ്ഞിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബലഹീനരാ, കുറവുള്ളവരാ. പക്ഷെ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ പല മുഖാന്തരങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കും. അതുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുന്നവൻ കർത്താവിന്റെ കൽപ്പന പാലിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നെ സ്നേഹിക്കുന്നവൻ കൽപ്പനകൾ പാലിക്കും. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ മാത്യു ബ്രദറിന് ഇപ്പൊ മുന്നോട്ട് കടന്നു. I have heard thy voice as I
to rise in the arms of faith and be closer. Draw me nearer, 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 blessed Lord, to the cross where Thou hast died. Draw me nearer, 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 blessed Lord, to Thy precious bleeding side. പ്രിയ മാത്യു ബ്രദർ, ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായി അവതരിച്ചത് ദൈവപുത്രനായ യേശുക്രിസ്തു പാപമില്ലാതെ ജീവിച്ച് പാപികളായ മനുഷ്യവർഗത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ അവസാന തുള്ളി രക്തം വരെ ചിന്തി യാഗമായി മരിച്ച് 3-ാം ദിവസം അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തു മാത്യൂസ് ബ്രദറിൻ്റെ കർത്താവാണെന്ന്, രക്ഷകനാണെന്ന്, നാഥനാണെന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ വചനം സത്യമാണെന്ന് വിശ്വസിക്കുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി കർത്താവ് വാനമേഘങ്ങളിൽ വരുമെന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കാമെന്ന് തീരുമാനമെടുത്തോ? You want to follow Jesus? Hallelujah. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. മത്തായി സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പുറപ്പെട്ടു പോയി സുവിശേഷം അറിയിക്കണം. വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുമെന്നാണ് കർത്താവിന്റെ കൽപ്പന. ഞാനൊരു ചോദ്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് ആരുടെയെങ്കിലും നിർബന്ധപ്രകാരമാണോ അതോ സ്വന്തം ഇഷ്ടപ്രകാരമാണോ ഈ സ്നാനമേൽക്കാൻ തീരുമാനമെടുത്തത്? സ്വന്തം ഇഷ്ടപ്രകാരം. നിങ്ങളെല്ലാവരും കേട്ടു എങ്കിൽ കർത്താവ് പറഞ്ഞ അധികാരപൂർണമായ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്യൂസ് ബ്രദറിനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ജലാശയത്തിൽ ഞാൻ സ്നാനപ്പെടുത്തുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം. പീറ്റർ ബ്രദർ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സുബ്രഹ്മണ്യന്റെ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സ്വർഗം സന്തോഷിക്കുന്ന ദൈവമായിട്ട് ദിവസമായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആഴ്ചയുടെ 1-ാം വട്ടം ആരാധിക്കേണ്ട ദിവസം ദൈവസഭയോട് ചേരുവാൻ ദേവദാസനുടെ ഞാൻ ഒന്നിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിലെ ദൈവം വലിയ അനുഗ്രഹം ചെയ്തതായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ ദൈവമക്കളും കൂടി വന്ന് കർത്താവ് ഇത് കാണുവാനിടയായി സ്തോത്രം. ഇനിയും കർത്താവിന്റെ കൽപ്പനകൾ പാലിക്കാനുള്ളവർ ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന് സ്നാനമേൽക്കൊണ്ടിടയാകട്ടെ. എല്ലാ അനുഗ്രഹവും യേശുവിന്റെ നാമത്തിൽ ഇരുന്നു പിതാവേ കേൾക്കണമേ. ആമേൻ. കർത്താവ് പ്രാർത്ഥനയുടെ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഒരു കാര്യം പറയുന്നു, ഇപ്പോൾ മലയാളം വർഷിപ്പിലേക്കുള്ളവരെല്ലാവരും തന്നെ മുകളിലോട്ട് പോകണം. കർത്തൃമേശയൊന്നും ഉണ്ട്. ചെല്ലുമ്പോൾ തന്നെ ആന്റണി ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പാട്ടുപാടി ആരാധിക്കുന്നവർ ഉടനെ മുകളിലോട്ട് ചെല്ലാം. മാത്യൂസ് ബ്രദർ ഡ്രസ്സ് മാറി അങ്ങോട്ട് വരും.